നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാമിന് കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. കള്ളനെ പിടികൂടുന്നതിന് പകരം ഇരയെ പൂട്ടിയിടുന്നത് പോലെയാണ് മോദി സർക്കാരിന്റെ നടപടി എന്നാണ് രാഹുലിന്റെ വിമർശനം. അടുത്ത നിരോധനം വാട്സാപ്പിനാകുമോ എന്നും പരിഹാസം. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചാ മാഫിയ തഴച്ചു വളരുകയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. വിനിത VG ചേരുകയാണ്. വിനിത, വലിയ വിമർശനം ഇതിനോടകം തന്നെ ഉയർന്ന വിഷയമാണ്. ചോദ്യപേപ്പർ ടെലഗ്രാം വഴി പ്രചരിച്ചു എന്നതുകൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിനെ ഒന്നാകെ അതിലൊരു പൂട്ട് എന്ന നിലയിൽ ഒരു നടപടിയിലേക്ക് കടന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ സമീപനം, അതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷവും രംഗത്ത് വരികയാണല്ലേ? തീർച്ചയായും അസിത, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യത്തിൽ വിമർശനവും ഒപ്പം തന്നെ അദ്ദേഹം ഒരു പരിഹാസ രൂപേണ ഇനി ചോദിക്കുന്നുണ്ട്. അടുത്തത് ഇനി വാട്സപ്പിനാണോ ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്ന് പറയുന്നത് അത് ഈ കള്ളനെ പിടികൂടുന്നതിന് പകരം ഇരയെ പൂട്ടിയിടുന്നത് പോലെയാണെന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ പരിശോധിക്കുന്നുണ്ട്, ചോദ്യപേപ്പറുകൾ ഹെലികോപ്റ്ററിൽ എത്തിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ എന്തൊക്കെ നാടകങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ മോദി സർക്കാരിന്റെ ഭാഗത്ത് ഇനി ഞങ്ങൾ കാണേണ്ടതെന്നും അദ്ദേഹം ചോദിക്കുകയാണ്. ഒപ്പം തന്നെ സർക്കാരിന് കീഴിൽ സർക്കാർ കാണുന്നില്ലേ ഇത്തരത്തിലേക്ക് ഈ ചോദ്യപേപ്പർ ചോർച്ച നടത്തുന്ന മാഫിയകൾ തഴിച്ചു വളരുകയാണ്, അവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടതെന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷാ ക്രമക്കേട് ഒപ്പം തന്നെ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന വിഷയങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് ഇന്ന് രാജസ്ഥാനിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ്. രാഹുൽ ഗാന്ധി രാജസ്ഥാനിൽ എത്തിയിട്ടുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മറ്റുമായി. അതിനിടയിലാണ് ഇപ്പോൾ ഈ ടെലിഗ്രാമിന് കൂടി ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിയെ രാഹുൽ ഗാന്ധി വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.